നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില ഈ മാസത്തെ ഉയർന്ന നിരക്കിൽ തുടരുകയാണ്. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 59,600 രൂപയിൽ തുടരുകയാണ്. ജനുവരിയിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത്. ഈ മാസം 1-ന് 57,200 രൂപയായിരുന്നു ഇത്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ 2,400 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള വിപണിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കേരളത്തിലെ ജ്വല്ലറി വിപണി നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നത്. 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് ഇന്ന്, അതായത് ജനുവരി മാസം 21-ാം തീയതി 7,450 രൂപയാണ് വില. അതേസമയം 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,140 രൂപയാണ് വിലയായിട്ട് വരുന്നത്. വെള്ളിയുടെ വില ഗ്രാമിന് 99 രൂപ എന്ന നിരക്കിൽ തുടരുകയാണ്. എന്നാൽ ആഗോള വിപണിയിൽ സ്വർണ്ണവില കൂടിയിട്ടുണ്ട്. ഔൺസ് സ്വർണത്തിന് $2,724 പുതിയ നിരക്ക്. ആഗോള വിപണിയിൽ കൂടിയിട്ടും കേരളത്തിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഡോളർ മൂല്യം കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഡോളർ സൂചിക 109-ൽ നിന്ന് 108-ലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഇന്ത്യൻ രൂപ അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 86.41 എന്ന നിരക്കിലാണ് ഇന്ന് രൂപയുള്ളത്. വ്യാപാരം പുരോഗമിക്കുന്നതിനാൽ തന്നെ മൂല്യത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അമേരിക്കയിലെ ഭരണമാറ്റം എന്തൊക്കെ ചലനങ്ങളാണ് വിപണിയിൽ സൃഷ്ടിക്കുക എന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ആദ്യ ദിനത്തിൽ തന്നെ 200ഓളം എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചിരിക്കുന്നത്. ഇതിൽ ഏറെ ചർച്ചയാകുന്ന ഉത്തരവുകളും ഉണ്ട്. ഡോളറിനെ ശക്തിപ്പെടുത്താൻ പര്യാപ്തമായ നടപടി ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില കുറയേണ്ടതാണ്. എന്നാൽ ഇന്ന് ഡോളർ മൂല്യം അല്പം താഴുകയാണ് ചെയ്തത്. പ്രതീക്ഷിച്ചതിൽ നിന്ന് മറിച്ച് സംഭവിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വൻകിട നിക്ഷേപകരിൽ പ്രതീക്ഷ വളർത്തിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ട്രംപ് വൈകാതെ ചർച്ച നടത്തിയേക്കുമെന്നും കേൾക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നിക്ഷേപകർക്ക് പ്രതീക്ഷ വർദ്ധിക്കും. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വന്നാൽ സ്വർണ്ണവില കുറയും. ബിസിനസ് രംഗത്തേക്ക് കൂടുതൽ പണമൊഴുകുന്ന സാഹചര്യവും ഉണ്ടാകും. ക്രൂഡ് ഓയിൽ വില അല്പം കുറഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ഉൽപാദനം കൂട്ടുമെന്നും അമേരിക്കക്കാർക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭ്യമാകും എന്നുമൊക്കെയാണ് ട്രംപ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്ക് അത് നേട്ടമാകും. അമേരിക്ക കൂടുതൽ ഉൽപ്പാദിപ്പിച്ച വിപണിയിൽ എണ്ണ ലഭ്യത വർദ്ധിച്ചാൽ വില കുറഞ്ഞു വരും. ബ്രന്റ് ക്രൂഡ് വില ഇന്ന് $80 ഉള്ളത്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില ഉയരുകയാണ്. സാങ്കല്പിക കറൻസികളുമായി അമേരിക്കൻ ഭരണകൂടം രംഗത്തെത്തുമോ എന്ന സംശയവും ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച $92,000 വരെ താഴ്ന്ന ബിറ്റ്കോയിൻ ഇന്ന് $102,000 മുകളിലാണ് വിലയായിട്ട് വരുന്നത്.